ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുമ്പോൾ ആ വിദ്യാഭ്യാസ കേന്ദ്രത്തിനകത്തേക്ക് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഒരാൾ കയറാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് എന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികാരികളെ ഇവിടെ നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് തീവ്രവാദമാണ് കേരളത്തിൽ നടക്കുന്നത്? ആരാണ് ഈ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും? നിങ്ങൾ കാരണമാണ് കണ്ണൂരിൽ നിന്ന് ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭീകരവാദിയായി പോയത്. ഇവര് കാരണമാണ് പാനായിക്കുളത്ത് ഭീകരവാദ സ്ഫോടനത്തിന് ആവശ്യമായ ബോംബുകൾ ഉണ്ടാക്കിയത്. ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കാരണമാണ് മലപ്പുറത്തെ ഗ്രീൻ വാലിയില് ഭീകരവാദ കേന്ദ്രം ഉണ്ടായത്. ഇവര് കാരണമാണ് ഇവിടെ അബ്ദുൾ നാസർ മദനി ജയിലിലടയ്ക്കപ്പെട്ടപ്പോ എറണാകുളത്ത് ബസ് കത്തിച്ചത്. ഇവര് കാരണമാണ് ഇവിടെ പാവപ്പെട്ട ഒരു അധ്യാപകന്റെ കൈവെട്ടി മുറിച്ചെടുത്തത്. ഇവര് കാരണമാണ് ഇവിടെ മതപരമായിട്ട് ആരാധന നടത്താൻ വേണ്ടി ക്രിസ്ത്യൻ സമൂഹം പോയപ്പോ ആ സമൂഹത്തിനകത്ത് ബോംബ് സ്ഫോടനം നടന്നത്. എന്താ കാരണം? നിങ്ങളാണ് ഇവിടുത്തെ ഭീകരവാദികളെ സംരക്ഷിക്കുന്നത്. ഭീകരവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിക്കാനും അവരെ മാറ്റി നിർത്തുമെന്ന് തീരുമാനമെടുക്കാനും നാട്ടല്ലില്ലാത്ത കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വമാണ് ഇന്ന് കേരളത്തെ ഈ കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സ്ത്രീ, ഒരു വനിതാ ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയെ അധിക്ഷേപിക്കാൻ, ആക്ഷേപിക്കാൻ പൊന്നാനി പാർലമെന്റിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചനയുണ്ടല്ലോ, നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ ഞങ്ങൾക്ക് നടത്താൻ അറിയും സമരം. നിങ്ങൾ അങ്ങനെ വെള്ളരിക്കാൻ പട്ടണമാണ് മലപ്പുറം ജില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട. 10-20 വർഷക്കാലം ഞാൻ അവിടെ താമസിച്ച ഒരാളാണ്. 10-20 വർഷക്കാലം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ ചങ്ങരംകുളത്ത് സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അന്നൊന്നും ഇല്ലാത്ത ഈ പ്രതിഷേധം ഞാൻ പൊന്നാനിയിൽ മത്സരിച്ചതാണല്ലോ. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പാലോളി മുഹമ്മദ് കുട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ലീഡറായിരുന്നു. കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ലീഡറാണ് മിസ്റ്റർ MP ഗംഗാധരൻ. ഞാൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞങ്ങൾ പോയി. അന്നൊന്നും ഇല്ലാത്ത തീവ്രവാദ സാന്നിധ്യം, ഭീകരവാദ സാന്നിധ്യം എങ്ങനെയാണ് ഇപ്പോൾ പൊന്നാനിയിൽ ഉണ്ടായത്? ആരാണ് ഇതിന് സഹായം ചെയ്യുന്നത്? ഇതിനെല്ലാം സഹായം ചെയ്യുന്നവർ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്തുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ വെച്ചു പൊളിപ്പിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് 10 വോട്ടല്ല പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും മാനം മര്യാദയ്ക്ക് സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തരും, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഭക്തയാണ്, ഞാൻ ചിലപ്പോൾ 2 മുറി വരയ്ക്കും, 3 മുറി വരയ്ക്കും. അതെൻ്റെ അവകാശമാണ്. അതിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ക്രിസ്ത്യൻ സഹോദരിക്ക് അവരുടെ പള്ളിക്കകത്ത് പോകാം, മുസ്ലിം സഹോദരിക്ക് അവരുടെ പള്ളിക്കകത്ത് പോകാം. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച് നമുക്ക് മറ്റൊരു കാശ്മീർ വേണോ? നമുക്ക് നമ്മുടെ അതിർത്തിയിൽ കിടക്കുന്ന ഭീകരവാദികൾ വന്ന് നമ്മുടെ മക്കളെ കൊല ചെയ്ത് കൊണ്ടുപോകണം? അതിനാണോ നമ്മളിവിടെ സാംസ്കാരിക മേഖലയിൽ ആളുകൾ പ്രവർത്തിക്കുന്നത്? അതിനാണോ വിദ്യാഭ്യാസ മേഖലയെ ഉണർത്തണം എന്ന് പറയുന്നത്? അതിനു വേണ്ടിയിട്ടാണോ കേരളത്തെ കലാപഭൂമിയാക്കിയിട്ട് വേണോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും MP-മാരായിട്ട് ഇവിടെ ഇരിക്കാൻ, ഭരിക്കാൻ? മിസ്റ്റർ മുരളീധരനും KC വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം മാറുന്നവരല്ലേ? എന്താ പ്രഖ്യാപിക്കാത്തത്? ഞങ്ങൾക്കൊരു ഭീകരവാദിയുടെയും വോട്ട് വേണ്ട എന്ന്. അതിനിപ്പോൾ കബഡി നിരത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്തുത്തരം പറയണം? ആരുത്തരം പറയണം? സതീശൻ എന്ന് പറയണം? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ന് പറയണം? എന്ത് ഇവര് മറുപടി പറയണം? ഇതാണോ രാഷ്ട്രീയം? നിലപാടുകളില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഭീകരവാദ ബാന്ധവം കൊണ്ടാണ് ഇന്നലെ നിവേദിതയ്ക്ക് ഇങ്ങനെ ഒരു സാഹചര്യം പൊന്നാനിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വേദനാജനകമാണ്, അത് അപലപനീയവുമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.